വാഴ ഞങ്ങൾ മെയിൻ വേഷം ചെയ്തത് വാഴ വണ്ണിലാണ്. വാഴ വണ്ണിൽ. വിപിൻ ദാസ് അദ്ദേഹമാണ് നമ്മളെ പടത്തിലേക്ക് വയ്ക്കുന്നത്. എനിക്ക് നേരത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ അന്താക്ഷരിയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, അധികം സീൻസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ത്രൂ നിന്നാലും നിങ്ങൾ പോസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. ഒരു 5-6 ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് തന്നൊരു ഇമ്പാക്റ്റ് വേറെ ലെവലായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ഷോ കാണുന്നത് ഇത് ഇറങ്ങിയ ദിവസം ഞാൻ കോയമ്പത്തൂരാണ്. അപ്പോൾ ഇപ്പം മലയാളം സിനിമകൾക്ക് തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ്, അവർ ഭയങ്കരമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ രാത്രി സെക്കൻഡ് ഷോ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എന്നെ മനസ്സിലായി. അവരെല്ലാവരും കൂടെ ഭയങ്കര ആർപ്പ് വിളിയും ബഹളവും ഒക്കെ ആയിരുന്നു. വന്നിട്ട് കൈ തരുന്നു, കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വേറൊരു സ്ഥലത്തിരുന്ന് കണ്ടിട്ട് അവർ നമ്മളെ തിരിച്ചറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് 2018 ഇപ്പം തുടക്കം ചെയ്ത് തന്നെ ജൂഡ് സാറിൻ്റെ 2010 അദ്ദേഹവും ഈ ഒരു ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ് ചെയ്യാനായിട്ട് അതിലേക്ക് എങ്ങനെ വരുന്നത് 2018? 2018 വരുന്നത് മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ബേസിൽ ഡയറക്റ്റ് ചെയ്ത ടൊവിനോ സിനിമയാണ്. അപ്പം ബേസിലിൻ്റെ ആ പടത്തിൽ എനിക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ്റെ വേഷം, ഞാനും രാജേഷ് മാധവനും കൂടെയുള്ള പരിപാടി, ബൈജു ചേട്ടൻ്റെ കൂടെയുള്ള 2 പോലീസുകാരാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ക്ലൈമാക്സ് ഷൂട്ടൊക്കെ മൈസൂർ ഭാഗത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ രാത്രികളിൽ ഫുൾ പോവും. അപ്പോൾ ഈ പറഞ്ഞ ജൂഡ് സാറെല്ലാം അഭിനയിക്കാനുണ്ട്. അപ്പം മിക്കവാറും സംസാരത്തിലൊക്കെ സിനിമകളെ പറ്റിയുള്ള സംസാരവും കാര്യമൊക്കെ വന്നപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നീ 2018 സിനിമയുടെ പ്രാഥമിക പരിപാടികളില്ല, നമ്മൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ പറഞ്ഞു ശരിയേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ വിളിച്ചു ഇങ്ങനൊരു സംഭവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തതാണ് 2018. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. പലരും ഓപ്പൺ എവിടെന്നെല്ലാം ചെയ്യുമ്പോൾ തന്നെ അതിൽ കണ്ടിട്ട് ആ കടലിലെ ആ ഒരു സംഭവം കണ്ടിട്ട്, കാര്യം അത് 10 ദിവസം കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തതാണ്, ഒരിതുണ്ടാക്കിയിട്ട്. അപ്പോൾ അന്ന് ചെയ്ത് തുടങ്ങിയ ഫസ്റ്റ് അന്നത്തെ ദിവസം ബ്രേക്ക് ആയപ്പോൾ തന്നെ ഈ പ്രൊഡക്ഷനിലെ യൂണിറ്റിലേക്ക് ചേട്ടന്മാർ ലൈറ്റിങ്ങിലേക്ക് അവർ പറഞ്ഞു, നിങ്ങളുടെ വിളി കേട്ടാ ചങ്ക് തകർന്നു പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയുമ്പോൾ തന്നെ നമുക്കതൊന്ന് ഫീലായി. കാരണം നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്. നമ്മൾ ലൈവ് കേട്ടിട്ടുമല്ല, അവർക്കതൊരു ഫീൽ ആവുന്നുണ്ടെന്ന് കേട്ടത് ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് ഇത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കേട്ടി. അത് ഞാൻ നമ്മളെ ഒരു ഡയറക്ടറെ വിശ്വസിക്കാവുന്ന ഒരു സംഭവമുണ്ട്. ഇത് ജൂഡ് സാറിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടവും അതുകൊണ്ടൊക്കെയാണ്. നമ്മളെ വിശ്വസിച്ചൊരു സാധനം പറയുന്നത് ചെയ്യിക്കുക, അദ്ദേഹം അത് ചെയ്യിച്ചെടുക്കും. അല്ല, ചെറിയൊരു പരസ്യം പോലും വലിയ പ്രാധാന്യം ഈ ദുൽഖറിനും അതുപോലെ നടിക്കും പ്രാധാന്യമുള്ള പരസ്യത്തിൽ പോലും അതിനകത്തൊരു ഭാഗ്യ ഘടകമായിട്ട് മാറി എന്നുള്ളതാണ് ഒരു തലവര എന്ന് പറയുന്നത് അല്ലേ. അന്ന് ഈ പരസ്യം പോലും ഒരു ചരിത്രമാവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ഒരിക്കലില്ല. കാര്യം ഒരു പരസ്യം ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതൊരു IPL ടൈമിലാണ്, 2023 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, 2022-23 ആ സമയത്ത് വന്നൊരു പരസ്യമാണത്. അത് അത് കയറി അത് 6 ഭാഷയിലാണ് വന്നത്. ഇവിടെ മാത്രമല്ല, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ കുറേ ഭാഷകളിൽ വന്നു. അപ്പോൾ ഇതെല്ലായിടത്തും ആ സ്ഥലത്തെ ഹിറ്റ് പാട്ടുകളാണ് അതിനകത്ത് കിടക്കുന്നത്. ഇപ്പം ഇവിടെ അവനവൻ കുഴിക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം ആ ഗുലുമാൽ എന്നുള്ള ആ പാട്ടാണ്. അപ്പോൾ തമിഴിൽ ആ ഒരു പഴയൊരു ഹിറ്റ് പാട്ട്, കന്നഡയിൽ ഹിറ്റ് പാട്ട്, അങ്ങനെ ഓരോ സ്ഥലത്തുമുള്ള മെയിൻ ഹിറ്റ് പാട്ടുകൾ ചേർത്ത് വളരെ ഒരു കോമിക്കായിട്ടാണ് ആ വീഡിയോ പോയേക്കുന്നത്. അത് ആൾക്കാർക്ക് ആ ഒരു ചിരി ഭയങ്കരമായിട്ട് വർക്കായി. അത് റാംസെ എന്ന് പറയുന്ന ഒരു സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. റാംസെ, അത് കോക്കനട്ട് പ്രൊഡക്ഷൻ. അത് നല്ല പരിപാടിയായിരുന്നു. അത് അന്നാണ് ലൊക്കേഷൻ ദുൽഖർ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ലേറ്റസ്റ്റ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മെസ്സേജ്, അപ്പം തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു. അത് നമ്മുടെ പരസ്യത്തെ പറ്റി പറഞ്ഞു, പഴയ ചെയ്തതിനെ പറ്റി പറഞ്ഞു. കളങ്കാവൽ കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു മെസ്സേജ് മെസ്സേജ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് കളങ്കാവലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അതിനെപ്പറ്റി പറഞ്ഞതിനെ പറ്റിയൊക്കെ അദ്ദേഹം എന്നോട് സംസാരിച്ചായിരുന്നു. ഭയങ്കര നല്ല മനുഷ്യനാണ്. ഇപ്പം മമ്മൂട്ടി സാറിനെ പോലെ തന്നെ അച്ഛനും മകനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു താരമായിട്ട് അങ്ങനെ അത് ഇല്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരെയും. അവരും എന്നോട് പെരുമാറുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്, ഭയങ്കര നന്നായിട്ട് തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ടോട്ടൽ എണ്ണിട്ടുണ്ട് എത്ര പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്? ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ഞാൻ 100 കഴിഞ്ഞു. ഞാൻ ഇപ്പം ഡയലോഗ്സ് വിത്ത് ചെറിയ ക്യാരക്ടറുകളാണെങ്കിൽ പോലും ചെറുതും വലുതുമായിട്ട് ഏകദേശം 70ഓളം പടം ഞാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്കുള്ള വലിയ നല്ല ഹിറ്റുകൾ. ഈ ലാസ്റ്റ് 5 years എനിക്ക് ഭയങ്കര നല്ല പടങ്ങളുടെ ഭാഗമാകാൻ പറ്റി. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ കരിയർ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും
ഏറ്റവും നല്ല ഒരു ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നൊരു സമയം. ഇപ്പോഴീ ഇപ്പം എല്ലാവരും തിരിച്ചറിയുന്നു എല്ലാം ഇൻഡസ്ട്രിയുടെ പ്രധാന ഭാഗമായിട്ട് ജീവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവന് ഈ ഒരു അവസരം ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടോ, ചോദിക്കാറുണ്ടോ? എന്താണ് അവസ്ഥ ഇപ്പം? ഇന്നും ചോദിച്ചിട്ടിരിക്കുക ഞാൻ. അതെ. ആ, ഇന്നും ചോദിച്ചിട്ടിരിക്കുക ചില ആണല്ലേ? പിന്നെ നമ്മളെന്താ ചോദിക്കാൻ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പം സജി കുറുപ്പ് ബ്രോ പറഞ്ഞ പോലെ നമ്മൾ ചോദിക്കുന്ന കാശൊന്നും അല്ലല്ലോ, നമ്മൾ ചോദിക്കുന്നത് ജോലി തരുമെന്നല്ല ചോദിക്കുന്നത്. അതിലെന്താ തെറ്റ്? അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ശമ്പളം കൂടെ നമുക്ക് ചോദിക്കും. ഇപ്പം എങ്ങനെയാണ് അത് പ്രൊഡക്ഷനോട്ടുള്ളൂ. നമുക്കൊരു സംവിധായകനോട് വേഷം ചോദിക്കുന്നതിൽ ഒരു വിഷയമുള്ള കേസല്ലല്ലോ. ഉം, ഉം. നമുക്ക് നമ്മൾ ഇപ്പം നമ്മളൊരു ഈ പറഞ്ഞ ജോലിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അത്രയും മനസ്സോടെ ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോലിയാണ്. ഉം, ഉം. ഒരു സംഭവം കിട്ടുമോ എന്ന് ചോദിക്കുന്നതിൽ എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ ഇല്ല, വേറെ വിഷയമില്ലല്ലോ. അത് നമുക്ക് സന്തോഷത്തോടെയാണ്, വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നത്. അതും ഈ പറഞ്ഞ എല്ലാ നല്ല ഇപ്പം ലാസ്റ്റ് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇപ്പം നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പം നല്ല സിനിമകളാകാൻ സാധ്യതയുള്ള സിനിമകൾ നമ്മൾ മുൻകൂട്ടി കണക്ക് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റും. ചിലപ്പോൾ അവർ ആലോചിക്കില്ലായിരിക്കും. പക്ഷെ നമ്മളൊരു കോളോ ഒരു മെസ്സേജ് ചോദിക്കാം, പുള്ളിക്ക് സംഭവം കൊടുത്താൽ മതിയല്ലോ, കൊടുക്കാമല്ലോ, പുള്ളി നല്ലൊരു ഓപ്ഷനാണ് എന്ന് പറയാൻ ഒരു സാധ്യത നമ്മളാക്കി കൊടുക്കുന്നതിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഇനി മമ്മൂക്കയുടെ ഒക്കെ ഒരു പ്രോജക്റ്റ് വരുള്ളൂ, തീർച്ചയായിട്ടും അദ്ദേഹമെങ്കിലും ഓർക്കും നമ്മളല്ലേ, അല്ല, ജീവനെ വിളിക്കുന്നു പറയും അല്ലേ? തീർച്ചയായിട്ടും ഒരു നമുക്ക് പറ്റിയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയുമല്ലോ. കാര്യം ഇതിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ പോലും അദ്ദേഹം പുള്ളി ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇനിയൊരു അവസരം നമുക്ക് പറ്റിയതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും. അതിന് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുകയൊന്നും വേണ്ടല്ലോ. അദ്ദേഹം നമുക്ക് ആ ഒരു കാലയളവിൽ ചെയ്ത ചെറിയ ഒന്ന് രണ്ട് പരിപാടികൾ കൊണ്ട് തന്നെ അദ്ദേഹം ഓർത്ത് നമുക്ക് ഇതിനെ തന്നില്ലേ, കളങ്കാവൽ തന്നില്ലേ. അതുപോലെ ഇനി എനിക്ക് പറ്റിയതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ടും വിളിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒരു അനന്തര റിസൾട്ടാണ് ഇപ്പോൾ ഈ ഇരിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഓടി ഒരുപാട് പേര് നിർത്തി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയവരുണ്ട്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള കാലഘട്ടത്തെ പറ്റി പറയുക. ശരിക്കും പറഞ്ഞാൽ ഒരു കഠിനാധ്വാനത്തിലൊരു റിസൾട്ട് ഉണ്ടാവും ജീവിതത്തിൽ അല്ലേ? ഈ കഠിനാധ്വാനം എന്ന് പറഞ്ഞത് ഏതൊരു ജോലിയും പോലെ തന്നെയാണ് സിനിമയിൽ. സിനിമയുടെ ഒരു റൂട്ടാണ്. നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സിനിമയുടെ റൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അതിപ്പം ചിലപ്പം അതില്ലാതെ വന്നവരുണ്ടാവാം. ചിലപ്പോൾ ആദ്യ ഒരു സിനിമയിൽ പെട്ടെന്ന് എത്താൻ പറ്റിയത് പിന്നെ ഉണ്ടാവും. ഇവിടെ സിനിമയിൽ എത്തുക എന്നതിനപ്പുറത്തേക്ക് സിനിമയിൽ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് 1 2 3 4 5 സിനിമ ചെയ്ത് നിർത്താനാണ് പ്ലാനെങ്കിൽ, അല്ലെങ്കിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്. നമ്മൾ അത് അത് ആ ഒരു പോരാട്ടത്തിനൊടുവിൽ നമ്മൾ തോൽവി സമ്മതിച്ച് മടങ്ങിപ്പോകുന്ന പോലെ ഇപ്പം. പക്ഷെ നമ്മളിവിടെ പോരാടി ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സിനിമയിൽ എത്തുക എന്നതിനപ്പുറത്തേക്ക് സിനിമയിൽ എത്തിയിട്ട് ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിലാണ് നമ്മൾ നടൻ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ആകുന്നത്. നമ്മൾ ആൾക്കാരിലേക്ക് ഞാനെന്ന് പറയുന്ന ആക്ടറെ ജനങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ സിനിമകൾ ഹിറ്റാകുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ നമ്മൾ എത്തുക, അത് ഹിറ്റാവുക, നമുക്കിവിടെ നിലനിൽപ്പുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാര്യം ഞാനൊന്നും ഒരിക്കലും എന്തെങ്കിലും വലിയൊരു നായകനായിട്ടോ എന്നൊന്നും ഞാൻ പറയില്ല. ഒന്നിലും ഞാനൊരു എക്സ്പെക്റ്റേഷൻ വെക്കാതെ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പം മെയിൻ വേഷം ചെയ്ത് ഇവിടെ അങ്ങനെ നിൽക്കണം അങ്ങനെയൊന്നുമില്ല. എനിക്കെന്നും സിനിമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. മലയാള സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റണം. സിനിമകളെന്നും ഈ പറഞ്ഞതുപോലെ എനിക്ക് പറ്റുന്ന വേഷങ്ങൾ ഇങ്ങനെ ഉണ്ടാകണം, അത് എന്നിൽ തന്നെ എത്തണം എന്നൊക്കെ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഏകദേശം ഉള്ള ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാർസിനോടൊപ്പം ചെയ്തിട്ടുണ്ടല്ലേ, സൂപ്പർ സ്റ്റാറിനൊപ്പം എല്ലാം ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് എല്ലാ ഗ്രൂപ്പിലും പെട്ടു അല്ലേ? പൃഥ്വി പിന്നെ പൃഥ്വിരാജ് സുരേഷ് ഗോപി സാർ. അപ്പോൾ അതിലും ഒറ്റക്കൊമ്പൻ ഉണ്ട്. അതിലുണ്ട്. അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാത്യു അപ്പോൾ സാർ. അദ്ദേഹത്തിന് കോമ്പിനേഷനൊക്കെ ഉണ്ടോ? ഉണ്ട്. നല്ലൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒറ്റക്കൊമ്പനെ പറ്റി പറയുമ്പോൾ എനിക്കിപ്പോൾ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ തമിഴിലേക്കുള്ള എൻട്രി. ഞാനിപ്പോൾ തമിഴ് സിനിമയുടെ ഗോട്ടെന്ന് പറയാം, നമ്മുടെ വെട്രിമാരൻ സാർ. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ രസനിൽ ഞാൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അത് ചിമ്പു സാറും വിജയ് സേതുപതി സാറൊക്കെയാണ് പിന്നെ ലീഡ് വേഷങ്ങളിൽ. അതിലൊരു വേഷത്തിലേക്ക് ഈ വെട്രിമാരൻ സാർ എന്നെ വിളിക്കുകയായിരുന്നു. അതിന് ഈ പറഞ്ഞ ഒറ്റക്കൊമ്പൻ്റെ ഡയറക്ടർ അദ്ദേഹമായിട്ടൊരു മീറ്റിങ്ങിലിരിക്കുമ്പോഴാണ് പിന്നെ ഇത് മാത്യൂസുമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിങ്ങിലിരിക്കുന്ന സമയത്താണ് ഈ കോൾ വരുന്നത്. ഞാൻ എപ്പോൾ പറഞ്ഞത് ഇത് ഇങ്ങനെ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇത് വെട്രി സാറിൻ്റെ അവിടെ നിന്നാണ് പിന്നെ ഇത് പടത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പുള്ളി പറയുന്നുണ്ട്, എനിക്കിതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല, സ്വാഭാവികമായിട്ട് ഇത് വരേണ്ടത് തന്നെയായിരുന്നു, വന്നു, അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടാകുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി മാത്യൂസ് അത് പറയുമ്പോഴത്തേക്ക്. ഇത് തനിക്ക് കിട്ടുമോ, തനിക്ക് കിട്ടാനുള്ളത് തന്നെയാണ്, അത് കറക്റ്റ് വന്നു.
അന്ന് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വെട്രിമാരൻ സാറിൻ്റെ പടത്തിലൊക്കെ ഒരു സീനെങ്കിലും ചെയ്യുക എന്നുള്ളത് ഏതൊരു ആക്ടറുടെ ഒരു ഏറ്റവും വലിയ വലിയൊരു സ്വപ്നം പിന്നെ. ഒയ്യോ വലിയ സ്വപ്നമാണ്. അതിലേക്ക് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയിലേക്ക് നമ്മളെ നേരിട്ട് ദൈവം വിളിച്ചു എന്ന് പറയുമ്പോൾ ഓ ഗോഡ് അതെനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ വേണമെന്ന്. അതിന് ആ എൻ്റെ ആ മൊമെൻറ്റിന് വിറ്റ്നസ് ആയത് ഈ മാത്യൂസാണ്, ഒറ്റക്കൊമ്പൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറയും ഇത്രയും ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെയാണല്ലോ ഞാനിരുന്നതെന്ന് ഞാൻ പറയുകയും ചെയ്തത്. അങ്ങനെ